ഉദ്ഘാടനം കഴിഞ്ഞിട്ടും നിർമ്മാണം ആരംഭിച്ചില്ല. മൺസൂൺ അടുത്തെത്തിയതോടെ കടൽഭിത്തി വരുമെന്ന സർക്കാർ പ്രചാരണത്തിൽ വിശ്വസിച്ച് വീടുകൾ നന്നാക്കിയ തീരദേശവാസികൾ വലിയ ആശങ്കയിലാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രണ്ടാം ഘട്ട പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി ഇടത് സർക്കാർ ചെല്ലാനത്തെ ജനതയെ വഞ്ചിക്കുകയാണ് എന്നാണ് ആരോപണം. മൺസൂൺ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടലാക്രമണം ഉണ്ടാകുന്ന പ്രദേശമാണ് ചെല്ലാനം. കടലാക്രമണം തടയാൻ ഒരു സ്ഥിരം സംവിധാനം വേണമെന്നത് പതിറ്റാണ്ടുകളായി ചെല്ലാനത്തെ ജനതയുടെ ആവശ്യമാണ്. എന്നാൽ ഓരോ വർഷവും എല്ലാ പ്രതിരോധങ്ങളെയും തകർത്ത് കടലേറ്റം രൂക്ഷമാകുന്ന കാഴ്ചയാണ് ചെല്ലാനത്തേത്. പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ 346 കോടി രൂപ ചെലവഴിച്ച് 7.36 കിലോമീറ്റർ സ്ഥലത്ത് കരിങ്കൽ ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിച്ചു. 6.1 കിലോമീറ്റർ ദൂരത്തേക്ക് 404 കോടി രൂപ ചെലവിലാണ് രണ്ടാം ഘട്ട പദ്ധതി. കഴിഞ്ഞ മാർച്ച് 7-നാണ് ചെല്ലാനം തീരസംരക്ഷണത്തിനായുള്ള രണ്ടാം ഘട്ട പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നിർവഹിച്ചത്. കാലങ്ങളായി തീരസംരക്ഷണ നടപടികൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ജനതയ്ക്ക് വലിയ ആശ്വാസം പകരുന്നതായിരുന്നു പദ്ധതി. എന്നാൽ പദ്ധതിക്ക് വേണ്ട സാമ്പത്തികാനുമതിയോ സാങ്കേതികാനുമതിയോ ലഭ്യമാക്കാതെ ഭരണാനുമതി മാത്രം നൽകിയായിരുന്നു തിരക്കിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്തിയത്. പിന്നീട് സാമ്പത്തികാനുമതി നൽകിയെങ്കിലും ഇപ്പോഴും സാങ്കേതികാനുമതിയായിട്ടില്ല. പദ്ധതി നടപ്പാക്കാൻ ഊരാളുങ്കലിനെ ചുമതലപ്പെടുത്തുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് കരാറുകളൊന്നും ആയിട്ടില്ലെന്നും സമരസമിതി ചൂണ്ടിക്കാട്ടുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നപ്പോൾ ആശ്വസിച്ച ചെല്ലാനത്തെ തീരദേശ ജനത ഇപ്പോൾ വലിയ ആശങ്കയിലാണ്. ഈ വർഷകാലത്തും കടുത്ത കടൽകയറ്റ ദുരിതം അനുഭവിക്കേണ്ടി വരുമെന്ന ഭീതിയിൽ കഴിയുകയാണ് തീരദേശവാസികൾ. ജനം, കൊച്ചി.